നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. അല്ല, ഇത് കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസിക അല്ലേ? ഇവളെന്താ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് സോഷ്യൽ മീഡിയ? അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. അച്ഛൻ എന്തായാലും ഫുൾ സപ്പോർട്ട്. പിന്നെ ആർക്കാണ് പ്രശ്നം? സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടവരൊക്കെ ഞെട്ടി. ഇപ്പോഴും ഞാൻ പറയുന്നത് തന്നെ, അവൾ നോർമൽ അല്ല. നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണും ചെയ്ത കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഇത് സബ്സ്ക്രിപ്ഷന്റെ കാലമാണ്. അറിയപ്പെടുന്ന പല ഇൻഫ്ലുവൻസറും ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. തങ്ങളുടെ കണ്ടന്റ് സൗജന്യമായി ജനങ്ങൾക്ക് മുന്നിൽ തരാൻ ഇന്ന് പല ഇൻഫ്ലുവൻസേഴ്സും തയ്യാറല്ല. ആരാധകർ മാസം തോറും പണം നൽകണം. എന്നാൽ പലരും ഇറോട്ടിക് ഗ്ലാമറസ് ഫോട്ടോകളും വീഡിയോകളുമാണ് മാർഗമായാണ് സബ്സ്ക്രിപ്ഷനെ കാണുന്നത്. അതിനാൽ തന്നെ സബ്സ്ക്രിപ്ഷൻ കേരളത്തിൽ അത്ര നല്ല പേരില്ല. ഇപ്പോൾ ഹൻസികയും തുടങ്ങി. അല്ലെങ്കിലും ഇവൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മൂത്ത മക്കൾ ആരും തിരഞ്ഞെടുക്കാത്ത വഴിയാണ് ഇപ്പോൾ ഹൻസിക തിരഞ്ഞെടുത്തത്. 900 കടന്നിരിക്കുകയാണ് ഹൻസികയുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം. ഹൻസിക പങ്കുവച്ച എക്സ്ക്ലൂസീവ് വീഡിയോ ലീക്കായി. അതും നല്ല പൊളപ്പൻ വീഡിയോ. കൃഷ്ണകുമാറിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയാണ്. സിനിമാ രംഗത്തേക്കും നായികയായി തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഹൻസിക കൃഷ്ണ. അമൽ നീരദിന്റെ ബാച്ചിലർ പാർട്ടി 2 എന്ന സിനിമയിൽ ഹൻസികയുമുണ്ടെന്നാണ് വിവരം. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട ആവശ്യം ഹൻസികയ്ക്കുണ്ടായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം.